സ്വാമി ശരണം. എല്ലാവർക്കും നമസ്കാരം. ഈ മണ്ഡലവ്രതക്കാലത്ത് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലൊക്കെ തൊഴുതുമടങ്ങുന്നത് നല്ലതാണല്ലോ. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ എത്തിയിരിക്കുന്നത് പുലിക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. ഇത് എവിടെയാണെന്നോ, കോട്ടയം പന്തളം റൂട്ടാണ്. ഒരുപാട് ഭക്തജന തിരക്കൊന്നുമില്ലാതെ മെയിൻ റോഡ് അരികിൽ നിന്നും കുറച്ചൊന്നും മാറി ഉയർന്ന ഒരു പാറയ്ക്ക് മുകളിൽ കുന്നിൻപുറത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അധികം ആരും അങ്ങനെ എത്തിയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഈ വഴിയൊന്ന് പറയാം. പന്തളം റൂട്ടാണ്. അതായത് കുളനടയിലെത്തിയാൽ ഇടത്തേക്ക് തിരിഞ്ഞാൽ ആറന്മുള പന്തളം റൂട്ടിൽ റൈറ്റിലേക്ക് തിരിഞ്ഞ് കുളനട ഓമല്ലൂർ, ഓമല്ലൂരിൽ നിന്ന് കുറച്ച് ഒരു മുമ്പോട്ട് വരുമ്പോൾ ഒരു 350 മീറ്റർ ദൂരം മുമ്പോട്ടേക്ക് വന്ന് ഇടത്തേക്ക് തിരിഞ്ഞാൽ കുളനട രാമഞ്ചിറ റോഡിൽ നിന്നും വലത്തേക്ക് തിരിയുമ്പോൾ പനങ്ങാട്ടാണ് ഈ പുലിക്കുന്ന് ക്ഷേത്രം. ഇത് മെയിൻ റോഡ് അരികിൽ തന്നെ വലിയൊരു ആർച്ചുണ്ട്, കാണുവാൻ പറ്റും. പക്ഷേ അവിടെ നിന്ന് കുറച്ചൊന്ന് മുമ്പോട്ട് ചെന്നാൽ പിന്നെ കുന്നിൻപുറമാണ്. അങ്ങോട്ടേക്ക് എത്താനായി ധാരാളം പടിക്കെട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ പടിക്കെട്ടുകൾ കയറി വേണം. ഒരു 157 പടിക്കെട്ടുകളുണ്ട്. പണ്ട് കല്ലിൽ തന്നെ വെട്ടിയ പടിക്കെട്ടുകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു 2015ഓടെയാണ് ഇപ്പോൾ കാണുന്ന ഈ സ്റ്റെപ്പുകളൊക്കെ നിർമ്മിച്ചത്. ഇടയ്ക്ക് റെയിലിംഗ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ പിടിച്ചു കയറി വരേണ്ടവർക്ക് അങ്ങനെയും വരാം. പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ നമുക്ക് മുകളിലേക്ക് എത്താം. അങ്ങനെ മുകളിലെത്തുമ്പോഴാണ് എത്ര സുന്ദരമായിട്ടുള്ള ഒരു ക്ഷേത്രവും ക്ഷേത്ര പരിസരവുമാണെന്നോ. കുറേയേറെ നേരത്തെ തന്നെ മുമ്പ് തന്നെ ഇവിടെ എത്തേണ്ടതാണ് എന്ന് തോന്നിപ്പോയി. ക്ഷേത്രം പുനർനിർമ്മിച്ചതും 2015 തന്നെയാണ്. പണ്ട് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ശ്രീ പരമേശ്വരനും ശ്രീ ഗണപതിയുമായിരുന്നു. പിന്നീട് ഇപ്പോൾ 4 പ്രതിഷ്ഠകളാണ് ഉള്ളിലുള്ളത്. ശ്രീ ഗണപതി, ശ്രീ പരമേശ്വരൻ, അന്നദാന പ്രഭു, പിന്നീട് വേട്ടയ്ക്കൊരുമകൻ. ഈ ക്ഷേത്രത്തിന് ശ്രീ അയ്യപ്പനുമായി ഒരു പ്രത്യേക ബന്ധമുണ്ട്. അല്ലെങ്കിൽ തന്നെ പന്തളം എരുമേലി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ശ്രീ അയ്യപ്പനുമായി ബന്ധപ്പെടുത്തി മാത്രമേ ചിന്തിക്കുവാനാവുകയുള്ളൂ. ഈ ക്ഷേത്ര പരിസരത്ത് അല്ലെങ്കിൽ ഈ പാറപ്പുറത്ത് ശ്രീ അയ്യപ്പൻ്റെ പുണ്യ പാദസ്പർശമേറ്റ ഒരു പ്രദേശമാണിത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങളിവിടെ എത്തിയത് വെളുപ്പിനെയാണ്. അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞുണ്ട്. ആ മഞ്ഞും കൂടെ ആകുമ്പോൾ വളരെ സുന്ദരമായ പ്രശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്ര പരിസരം. ക്ഷേത്രത്തിനുള്ളിൽ 4 പ്രതിഷ്ഠകളും ഒരേ പീഠത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ നിന്നും ഒരാളാണ് തലച്ചുമടായിട്ട് ആ പീഠം ഇവിടെ എത്തിച്ചതെന്നും പറഞ്ഞു. അപ്പോൾ ഇതാണ് ശ്രീകോവിൽ. ശ്രീകോവിലിനുള്ളിൽ തന്നെ ഒരു വലിയ ആൽമരമുണ്ട്. ആ ആൽമരം ശ്രീകോവിലിന് മുകളിലൂടെ വലുതായി പുറത്തേക്ക് കാണുകയും ചെയ്യാം. അയ്യപ്പൻ്റെ സാന്നിധ്യമുണ്ടായിരുന്ന പ്രദേശമാണ് ഇത് എന്ന് പറയുമ്പോൾ, പണ്ട് ശ്രീ അയ്യപ്പൻ പന്തളം രാജാവിൻ്റെ പുത്രനായിരുന്നുവെന്നും രാജ്ഞിയുടെ ആവശ്യപ്രകാരം പുലിപ്പാലിനായി കാട്ടിലേക്ക് പോയി എന്നും മടങ്ങി ഒരുപറ്റം പുലികളുമായാണ് കൊട്ടാരത്തിലെത്തിയതെന്നുമുള്ളതൊക്കെ ഏവർക്കും അറിവുള്ളതാണ്. അങ്ങനെ കൊട്ടാരത്തിലെത്തിയ ശ്രീ അയ്യപ്പനോട് ഈ പുലികളെയൊക്കെ തിരിച്ചു കാട്ടിൽ കൊണ്ടുവിടുവാൻ രാജ്ഞി ആവശ്യപ്പെട്ടുവെന്നും അങ്ങനെ ആ പുലികളുമായി അയ്യപ്പൻ ഇവിടെ എത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു. മറിച്ച് ശ്രീ അയ്യപ്പൻ രാജ്ഞി തന്നെ ഒഴിവാക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ ദേഷ്യവും സങ്കടവും സഹിക്കാൻ പറ്റാതെ പുലികളുമായി ഇവിടെ എത്തിയതാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവിടെ എത്തിയ ശ്രീ അയ്യപ്പനെ കാണുവാനായി പന്തളത്ത് രാജാവ് ഇവിടെ എത്തിയെന്നും, അപ്പോൾ ഒരു അസ്ത്രം ദൂരേക്ക് എറിഞ്ഞ് ഇനി തന്നെ കാണുവാൻ ആഗ്രഹം തോന്നുമ്പോൾ അവിടെ ആ അസ്ത്രം വീണ സ്ഥലത്ത് എത്തിയാൽ മതി എന്നും രാജാവിനെ അറിയിച്ചു. അങ്ങനെ ആ അസ്ത്രം വീണ സ്ഥലമാണ് ശബരിമല. ശേഷം ശ്രീ അയ്യപ്പൻ ഇവിടെ ധ്യാനനിമഗ്നനായി ഒരുപാട് കാലം ഉണ്ടായിരുന്നുവെന്നും ആ കാലത്ത് ഈ പ്രദേശമാകെ കാർഷിക അഭിവൃദ്ധിയും ഒക്കെയായി ജനങ്ങൾ ഐശ്വര്യപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ അന്നദാന പ്രഭുവിന് ആയുള്ള പ്രതിഷ്ഠയിൽ ഒരു കയ്യിൽ അന്നവും മറോ കാല് ധ്യാനഭാവത്തിലും ആയാണ് ആ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത്.
അതുപോലെ തൂമ്പിനാടി മല എന്നത് തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു മലയാണ്. അവിടുത്തെ ഒരു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയുടെ ആ ഒരു മൂലസ്ഥാനവും ഇവിടെയാണ് ഉള്ളത്. ഇവിടെ ബ്രഹ്മരക്ഷസിന് പ്രത്യേകമായ സ്ഥാനമാണുള്ളത്. അതായത് പണ്ട് ഇവിടെ ഈ ക്ഷേത്രം ഒരു 4 കുറുപ്പന്മാരുടെ ഭരണകീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന ഒരു നമ്പൂതിരി രാജാവിൻ്റെ അഹിതത്തിന് പാത്രമാവുകയും അങ്ങനെ നമ്പൂതിരി വധിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. ആ നമ്പൂതിരിയാണ് ബ്രഹ്മരക്ഷസായി ഇവിടെ കുടികൊള്ളുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകളെ ദർശിക്കാൻ ആകത്തക്ക വിധത്തിലാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയും. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾക്കുള്ള നിവേദ്യത്തിന് ശേഷം ഉടൻ തന്നെ രണ്ടാമതായി ബ്രഹ്മരക്ഷത്തിനും നിവേദ്യം അർപ്പിക്കുന്നു. ഇതാണ് ശ്രീ അയ്യപ്പൻ പുലികളെ കൊണ്ടുവന്ന അഥവാ ശ്രീ അയ്യപ്പൻ പുലിപ്പാദം എന്ന പേരിൽ ഇപ്പോഴും സംരക്ഷിച്ചു പോരുന്ന പ്രദേശം. ഈ ഭാഗത്തൂടെയാണ് പുലികൾ കാട്ടിലേക്ക് ഇറങ്ങിപ്പോയതെന്ന് വിശ്വസിക്കുന്നു. പുലിയുടെ പാദം ആ പാറപ്പുറത്ത് തെളിഞ്ഞു കാണാവുന്നതാണ്. അങ്ങനെ ശ്രീ അയ്യപ്പൻ്റെ കാൽപാദം പതിഞ്ഞ ഈ പുണ്യഭൂമിയിൽ എത്താൻ കഴിഞ്ഞു. ഒരു സന്ധ്യാസമയത്തൊക്കെ ഇവിടെ ഈ പാറയുടെ മുകളിൽ സന്ധ്യാദീപങ്ങൾ കൊണ്ട് അലങ്കൃതമാക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്ര പശ്ചാത്തലത്തിൽ കുറേയേറെ സമയം ഇവിടെ ചിലവഴിക്കാൻ ഒക്കെ പറ്റിയാൽ എത്ര നന്നായിരിക്കും എന്ന് ആലോചിച്ചു പോയി. ഇവിടെ ഇപ്പോൾ ഈ മണ്ഡല ചെറുപ്പ് കാലം 41 ദിവസവും ചെറുപ്പ് മഹോത്സവം കൊണ്ടാടുന്നുണ്ട്. ഭഗവത്പാദ സ്പർശമേറ്റ ഈ പുണ്യഭൂമിയിൽ എത്തുവാൻ കഴിഞ്ഞത് ചരിത്രവും വിശ്വാസവും പ്രകൃതി ഭംഗിയും എല്ലാം കൂടിച്ചേർന്ന ഈ പ്രദേശത്ത് കുറേയേറെ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതുമൊക്കെ ഒരു മഹാഭാഗ്യമായി കരുതിക്കൊണ്ട് ഇവിടെ നിന്നും തൽക്കാലം മടങ്ങുന്നു.